നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി തിരുവനന്തപുരം CPIM-ൽ കലാപം എന്നതാണ്. കടുത്ത അതൃപ്തിയിൽ ആണ് വി ശിവൻകുട്ടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുന്നതിൽ ആണ് ശിവൻകുട്ടിയുടെ എതിർപ്പ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ അതായത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്ന നിലയിലുള്ള പേരുകളായി ഉയർന്നു വന്നിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ ശിവൻകുട്ടി വിട്ടു നിൽക്കുമ്പോൾ അത് കൃത്യമായ അതൃപ്തിയായി തന്നെ ആണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി തിരുവനന്തപുരത്തെ CPIM-ൽ അക്ഷാർത്ഥത്തിൽ കലാപമാണ്. വി ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തില്ല. 2 ദിവസത്തെ ജില്ലാ കമ്മിറ്റി തെറ്റുതിരുത്തലടക്കം ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത്. അതിനു മുമ്പ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരണം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ സംസ്ഥാന സെൻറ്റർ എടുത്ത തീരുമാനമുണ്ട്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി ഞങ്ങളെ വിളിച്ചു വരുത്തി ആരാകണം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. വി ജോയ് വർക്കലയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആ സ്ഥാനം A റഹീമിന് കൈമാറിയിരുന്നു. പക്ഷേ താൽക്കാലികം മാത്രമാണ്. പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടിയാണ് സമവായത്തിന് വേണ്ടി നിരവധി പേരുകൾ. ഒന്ന്, വി ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി ഇതുവരെ ആയിട്ടില്ല. അദ്ദേഹത്തിന് MLA സ്ഥാനം കൊണ്ട് നഷ്ടപ്പെട്ടതോടുകൂടി ജില്ലാ സെക്രട്ടറി ആകണമെന്ന കലശലായ മോഹമുണ്ട്. ശിവൻകുട്ടി അതിൽ പ്രധാനപ്പെട്ട പേരുകാരനാണ്. വി ജോയിക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. K സുൽകുമാറിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പലതവണ പറഞ്ഞു കേട്ട പേരാണ്. സുൽകുമാറിന് ജില്ലാ സെക്രട്ടറി ആകണം. DK മുരളിക്ക് ജില്ലാ സെക്രട്ടറി ആകണം. അങ്ങനെ വലിയ തർക്കം CPIM-ൽ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനാണ് ഇന്നലെ പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനും പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ യോഗം വിളിച്ചത്. ആ യോഗത്തിലും രൂക്ഷമായ തർക്കമാണ് ഉണ്ടായത്. വി ശിവൻകുട്ടിയുടെ പേര് മുതിർന്ന നേതാക്കൾ M വിജയകുമാറും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ വി ശിവൻകുട്ടിയുടെ പേര് നിർദ്ദേശിക്കുമെന്നായിരുന്നു ധാരണ. പക്ഷേ കടകംപള്ളി ശിവൻകുട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നു. M വിജയകുമാർ അവസാന നിമിഷം ശിവൻകുട്ടിയെ തള്ളിപ്പറഞ്ഞു. ശിവൻകുട്ടിയല്ല, ജോയ് ആകുന്നതാണ് കുറച്ചുകൂടി നല്ല നിലപാടിലേക്ക് M വിജയകുമാർ എത്തി. ആനാവൂർ നാഗപ്പൻ വി ജോയ് എന്ന പേരിലേക്ക് എത്തി. കടകംപള്ളിക്ക് രൂക്ഷ വിമർശനവും ഇന്നലെ ആനാവൂർ നാഗപ്പൻ ആ യോഗത്തിൽ ഉന്നയിച്ചതാണ് അറിയാൻ കഴിഞ്ഞത്. ജില്ലയിലെ വിഭാഗീയതയുടെ പ്രധാന കാരണക്കാരൻ കടകംപള്ളി തരത്തിലെ വിമർശനം പോലും ആനാവൂരിൻ്റെ ഭാഗത്ത് ഉണ്ടായി. ആനാവൂർ നാഗപ്പൻ K സുൽകുമാറിനെ ജില്ലാ സെക്രട്ടറി ആക്കാൻ താല്പര്യപ്പെട്ടത്. പക്ഷേ അതിലേക്ക് എത്തില്ല എന്ന് കണ്ടതോടുകൂടി ജോയിക്ക് അനുകൂലമായി അദ്ദേഹം നിലപാടെടുത്തു. മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കാര്യമായ ഒരു പേര് പറയാതെ സംസ്ഥാന സെൻറ്ററിനൊപ്പം നിൽക്കുമെന്ന നിലപാടിലേക്കാണ് എത്തിച്ചേർന്നത്. വി ശിവൻകുട്ടി പിണറായിയോട് തന്നെ പറഞ്ഞു, എന്നെ ആക്കിയില്ല എങ്കിൽ ഞാനിനി സംഘടനാ രംഗത്തേക്ക് തന്നെ ഇല്ല എന്ന കടുത്ത നിലപാട് പോലും വി ശിവൻകുട്ടി പിണറായി നേരിട്ട് അറിയിച്ചതായാണ് സൂചന. അതിനെ തുടർന്നാണ് ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാതെ ശിവൻകുട്ടി മാറി നിൽക്കുന്നത്. അല്പസമയത്തേക്ക് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിക്കും. അതിലേക്കും വി ശിവൻകുട്ടി എത്തില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് ഏതെങ്കിലും തരത്തിൽ സമവായ നീക്കം CPIM നടത്തി ശിവൻകുട്ടി കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇതുവരെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ തർക്കമുണ്ട്. K സുൽകുമാറിനെ ഒഴിവാക്കിയതിലും വീണ്ടും ജോയിയെ കൊണ്ടുവരുന്നതിലും അതൃപ്തിയുള്ള വലിയൊരു വിഭാഗമുണ്ട്. ജില്ലാ സെക്രട്ടറിമാർ MLA മാർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണ്ട നിലപാടുള്ള പാർട്ടിയാണ് CPIM. അങ്ങനെ പല നേതാക്കളെ മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ ജോയിക്ക് വീണ്ടും അവസരം നൽകുന്നതിൽ വലിയ അതൃപ്തിയുണ്ട്. നേരത്തെ തന്നെ ജോയിയെ തുടർച്ചയായി പ്രധാന പദവികൾ പരിഗണിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ജോയി, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയി, നിയമസഭയിലേക്ക് ജോയി, അങ്ങനെ എല്ലാത്തിലും വി ജോയിയെ പരിഗണിക്കുന്നതിൽ വലിയ ആമർശം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ തന്നെ ഉയർന്നു വന്നതാണ്. ഏതായാലും ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചെയ്യുമ്പോൾ അതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നിരവധിയായി നേതാക്കൾ പരാജയപ്പെട്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ചുമതലകൾ വഹിക്കാൻ നിരവധിയായ ആളുകളെ ചുമതലപ്പെടുത്താവുന്നതുമാണ്. അദ്ദേഹം ഇപ്പോൾ MLA എന്ന നിലയിൽ പ്രവർത്തിക്കട്ടെ. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ തിരുത്തുക, നയസമീപനങ്ങളെ മാറ്റം വരുത്തുക, സംഘടനാപരമായ രീതികളിൽ മാറ്റം വരുത്തുക, ഇതുമായി ബന്ധപ്പെട്ട് മാരത്തൺ ചർച്ചകൾ നടന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ ജോയിക്ക് മാത്രം ഒരു പരിഗണന? അതിനൊരു ഉത്തരമുണ്ടാകണമല്ലോ. അല്ലെങ്കിൽ അത് നേതൃത്വം എങ്ങനെയാണ് ഇതിനെയൊക്കെ വിശദീകരിക്കുന്നത്? അരുൺ, നേതൃത്വം വിശദീകരിക്കേണ്ടി വരും. കാരണം വലിയ പ്രശ്നങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങൾ നേരത്തെ ജില്ലയിലെ CPIM-ലുണ്ട്. 13 സീറ്റ് 2021 വിജയിച്ച പാർട്ടിയാണ്. ഇത്തവണ അതിൽ വലിയ തിരിച്ചടി ഉണ്ടായി. നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടു. പതിറ്റാണ്ടുകൾ കൈവശം വെച്ച് നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടു. കടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം. നേതാക്കൾ ഓരോരുത്തർക്കും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഏരിയ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട തീരുമാനമെടുക്കുമ്പോൾ ഏരിയ സെക്രട്ടറിമാർ 2 പേർ ആ സ്ഥാനം രാജിവെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
മത്സരിച്ചു. അവിടെ തൊട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ആ പ്രശ്നങ്ങൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ജില്ലയിലെ CPM നിയന്ത്രിക്കുന്ന വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M വിജയകുമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ വലിയൊരു പടയാണ്. അവരെ മാറ്റണമെന്ന ആവശ്യം കുറേ നാളുകളായി CPM-ന്റെ താഴെ തട്ട് മുതലുണ്ട്. പ്രത്യേകിച്ചും യുവ നേതാക്കളൊക്കെ ആ നിലപാട് ഉള്ളവരാണ്. പക്ഷേ കാര്യമെത്തുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ പിടി അയാതെ നോക്കാനുള്ള ഒരു കൂട്ടായ്മ പലപ്പോഴും ഇവർ കാണിക്കാറുണ്ട്. കടകംപള്ളി ശിവൻകുട്ടിയും യോജിച്ചതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പുതിയ തലമുറ വരുന്നതിനോട് ആ നേതാക്കൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി വീണ്ടും, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, വീണ്ടും അദ്ദേഹം ആ പദവിയിലേക്ക് ശിവൻകുട്ടി വരട്ടെ നിലപാടെടുത്തതും ഈ തങ്ങളുടെ കയ്യിൽ ജില്ലയിലെ പാർട്ടി നിൽക്കണമെന്ന മുതിർന്ന നേതാക്കളുടെ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇതിൽ നിന്ന് അവസാന നിമിഷം M വിജയകുമാർ വഴുതി മാറുകയായിരുന്നു. വിജയകുമാർ ജോയിക്ക് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അപ്പോഴും ജോയി മാത്രമേ ഉള്ളൂ എല്ലാ പദവിയിലേക്കും എന്ന ചോദ്യം CPM-ൽ ഇപ്പോഴും ശക്തമാണ്. അതുകൊണ്ടാണ് ജോയിയുടെ ഈ പദവി ഇന്ന് ജില്ലാ സെക്രട്ടറി ചേർന്ന് തീരുമാനമെടുക്കണം. സംസ്ഥാന സെൻട്രൽ തീരുമാനം നിർദ്ദേശം ജില്ലാ സെക്രട്ടറി അംഗീകരിക്കണം. അത് ജില്ലാ കമ്മിറ്റി വെച്ച് അംഗീകരിപ്പിച്ചെടുക്കുകയും വേണം. ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റി ഇതിന് എതിർപ്പ് ഉയർന്നു വന്നേക്കാം. ജില്ലാ സെക്രട്ടറി കാര്യമായ എതിർപ്പുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജില്ലാ കമ്മിറ്റിയിൽ എതിർപ്പ് ഉയർന്നു വന്നേക്കാം. ശിവൻകുട്ടിയെ പോലെ തലസ്ഥാനത്ത് CPM-ന്റെ മുഖമായ നേതാവ് തന്നെ ഇങ്ങനെ പാർട്ടി തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ചില വിശദീകരണങ്ങളൊക്കെ വരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നമുള്ള ആ ശിവൻകുട്ടി തന്നെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്റെ അവകാശവാദവുമായി രംഗത്ത് വന്നത്. പിണറായിയോട് ഞാൻ ഇനി ഇല്ല, ഇതില്ലെങ്കിൽ ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞതും ഇതേ വി ശിവൻകുട്ടിയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തലസ്ഥാനത്ത് CPM-നുണ്ട്. തെറ്റുതിരുത്താൻ ഒരുങ്ങുന്ന പാർട്ടിയാണ്. നഗരസഭാ ഭരണം നഷ്ടപ്പെട്ടതിന്റെ പാപഭാരം ഇതുവരെയും CPM-ൽ നിന്ന് പോയിട്ടില്ല. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന്റെ പേരിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഈ വടംവലി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്. യെസ്, എന്തായാലും സൂചിപ്പിക്കുന്ന പോലെ പാർട്ടി അസാധാരണമായ ഒരു പ്രതിസന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം നേരിട്ടുകൊണ്ടിരിക്കുന്നു. പല തലത്തിൽ ആണ് ഇപ്പോൾ, അതായത് മുന്നണിക്കകത്ത് തന്നെ CPM-ഉം CPI-യും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി. ഒപ്പം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടരുന്നതിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇതിനിടെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃനിരയിൽ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വി ജോയിക്ക് തുടരാൻ അനുവാദം നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ ഘടകത്തിൽ നേതാക്കൾക്ക് ഇടയിലൊക്കെ അതൃപ്തി ഉണ്ടാകുന്നത്. ഇതിലൊക്കെ ഇനി എന്താണ് നേതൃത്വത്തിന് നൽകാനുള്ള മറുപടി, അതാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.